നമസ്കാരം എല്ലാവർക്കും. ഓക്കെ, റിലേഷൻഷിപ്പ് റീഡിംഗ് കൂടി ചെറുതായിട്ടൊന്ന് എടുക്കുന്നുണ്ട്. ഇതൊന്ന് ജസ്റ്റ് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ യൂണിവേഴ്സ് എന്താ നിങ്ങളോട് കാണിച്ചു തരുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പോഴത്തെ നിങ്ങളുടെ സിറ്റുവേഷനെ കുറിച്ചായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഗൈഡൻസ് ആയിരിക്കാം. റിലേഷൻഷിപ്പ് ഗൈഡൻസ് എന്ന് എടുത്താൽ മതി. ഓക്കെ, കൂടുതൽ ചെയ്യുന്നില്ല, ജസ്റ്റ് ചെറുതായിട്ട് നമുക്ക് നോക്കാം നിങ്ങളുടെ ബന്ധം എന്താണ് എന്നുള്ളതും നമുക്കൊന്ന് നോക്കാം. റൊമാൻസ് ഏഞ്ചൽസ് എന്ത് പറയുന്നു നോക്കാം. ഓക്കെ, ആദ്യം കുറച്ച് ഗൈഡൻസ് ആയിട്ട് ഈ കാർഡ്സ് ആദ്യം എടുക്കാം. നിങ്ങളുടെ ബന്ധത്തിനെ കുറിച്ച് യൂണിവേഴ്സ് നിങ്ങളോട് എന്താ പറയാൻ ആഗ്രഹിക്കുന്നത്? പോസിറ്റീവ് മൂവ്മെന്റ് ഫോർവേഡ്, വെരി ഗുഡ്. റിജോയ്സ് ഇൻ സെലിബ്രേഷൻ, ബേസ് ചക്ര, ആൻഡ് ട്രയംഫന്റ് സക്സസ്. Wow, awesome. Rest and rejuvenate, fulfillment of wishes. Wow. Sacral chakra. Okay. Financial and material changes. Okay. ഇവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ മെയിനായിട്ട് കുറച്ച് മാറ്റങ്ങൾ വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ ലൈഫിലോ നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിലോ ഒരു ഫൈനാൻഷ്യൽ അല്ലെങ്കിൽ മെറ്റീരിയൽ കാര്യങ്ങളെക്കുറിച്ച്, അതായത് നിങ്ങളുടെ പേഴ്സൺ വളരെയധികം ഇപ്പോൾ ആക്ച്വലി ഇവിടെ റൂട്ട് ചക്രയും വന്നിട്ടുണ്ട്, സേക്രൽ ചക്രയും ഉണ്ട്. സോ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ അവരുടെ വർക്കിലേക്ക് കോൺസെൻട്രേഷൻ കൊടുക്കുന്നതായിരിക്കാം. ഓക്കെ, വർക്ക് അവരുടെ ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ട്, ഓക്കെ, അതിൽ കൂടുതൽ ഇൻവോൾവ് ആയിട്ടാണ് ഇപ്പം എനിക്ക് കാണുന്നത്. ഓക്കെ, നിങ്ങൾ തമ്മിൽ മേ ബി ചെറിയൊരു ഡിസ്കണക്ഷൻ ഉണ്ടാവാം. നിങ്ങളുടെ പേഴ്സൺ ഇപ്പം അധികം സംസാരിക്കുന്നുണ്ടാവില്ല, കമ്മ്യൂണിക്കേഷൻ അധികം ഉണ്ടാവില്ല. കോൺടാക്ട് ഉണ്ടെങ്കിൽ തന്നെ ഐ തിങ്ക് ഒരു ലേശം സൈലൻ്റ് ആയിരിക്കാം, അവർ മാറി നിൽക്കുന്നുണ്ടാവാം. ഒരുപാട് ഓപ്പൺ ആയിട്ടുള്ള ഒരു വളരെ ലൈക്ക് എന്താ പറയുക, നല്ല റിലാക്സ്ഡ് ആയിട്ട് ഹാപ്പി ആയിട്ടുള്ള അങ്ങനത്തെ ഒരു തരം സംസാരങ്ങളല്ല എനിക്ക് കാണുന്നത്. നിങ്ങൾ തമ്മിൽ കോൺടാക്ട് ഉണ്ടെങ്കിൽ തന്നെ ഇവിടെ ഫീൽ ചെയ്യുന്നത് നിങ്ങൾ രണ്ടുപേരും മേ ബി നിങ്ങളും ഒരു സമയം എടുക്കുന്നുണ്ടാവാം. ഇപ്പോൾ നിങ്ങളും ഒരല്പം മാറി നിൽക്കുന്നുണ്ടാവാം, പേഴ്സണും ഒരല്പം റെസ്റ്റ് എടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, അവരിപ്പോൾ അവരെ തന്നെ റീചാർജ് ചെയ്യാൻ ശ്രമിക്കുകയാണെന്ന് പറയാം. എന്ന് വെച്ചാൽ അവരുടെ ലൈഫിൽ മേ ബി ഒരുപാട് പ്രശ്നങ്ങൾ വന്ന് കാണാം, ഫൈനാൻഷ്യൽ ഇഷ്യൂസ് ആയിരിക്കാം. സോ അതിനെയൊക്കെ ഒന്ന് സോൾവ് ചെയ്യാൻ ശ്രമിക്കുന്ന പോലെ എനിക്ക് കാണുന്നുണ്ട്. ഇവിടെ സേക്രൽ ചക്ര ആൻഡ് ബേസ് ചക്ര ഉണ്ട്, രണ്ടും ഉണ്ട്. സോ ഇത് രണ്ടും പറയുന്നത് നമ്മുടെ ലൈഫിൽ നമ്മുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ. ഓക്കെ, ജോലി, കരിയർ, മണി, പൈസ, നമ്മുടെ ലൈഫിൻ്റെ ഒരു സ്റ്റെബിലിറ്റി. ഓക്കെ, ലൈഫ് മുന്നോട്ട് പോകാൻ ഇതൊക്കെ ഇല്ലാതെ പറ്റില്ല അല്ലേ? സോ അതിനെക്കുറിച്ചും പേഴ്സൺ ചിന്തിക്കുന്നതായിട്ടാണ് ഇപ്പം എനിക്ക് കാണുന്നത്. ഇപ്പം അവരുടെ ലൈഫിൽ ഇതിനാണ് അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഓക്കെ, അവർക്ക് കോൺഫിഡൻസിൻ്റെ കുറവ് ഉണ്ടാവാം. ഓക്കെ, അല്ലെങ്കിൽ അവർക്ക് ലൈഫിൽ പ്രോബ്ലംസ് ഉണ്ടാവും, എന്തെങ്കിലും പണത്തിൻ്റെ പ്രോബ്ലമോ ബിസിനസ്സിലെ പ്രോബ്ലമോ കരിയറിലെ പ്രോബ്ലമോ എന്തെങ്കിലുമൊക്കെ കാണാം. സോ അതിൻ്റെ ഒരു ഇഫക്റ്റ് നിങ്ങളുടെ പേഴ്സണിന് അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അവരൊരു അല്പം സൈലൻ്റ് ആയിട്ടിരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത്. ഓക്കെ, ജോലിയിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ ബെറ്റർ ആക്കാൻ ശ്രമിക്കുന്നതായിട്ടാണ് എനിക്ക് ഇവിടെ കാണുന്നത്. പിന്നെ ഇവിടെ 2-3 കാര്യങ്ങൾ ഫൈനാൻസിന് റിലേറ്റഡ് വന്നിട്ടുണ്ട്. ബട്ട് അവർക്ക് അതിൽ എന്താ പറയുക, ഇങ്ങനെ ഇരിക്കുമ്പോഴും അവർ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് മെയിനായിട്ട്. ഓക്കെ, അവർ നിങ്ങളെ കാണുന്നത് അവരൊരു വിഷ് ഫുൾഫിൽമെൻ്റ് ആയിട്ടാണ്. എന്ന് വെച്ചാൽ അവരെ ജീവിതത്തിൽ ഓക്കെ അവർക്ക് എന്തെങ്കിലും ഒരു സന്തോഷം ഉണ്ടെങ്കിൽ അത് നിങ്ങളാണ്. ഓക്കെ, ആ രീതിക്കാണ് എനിക്കിവിടെ കാണുന്നത്. ആൻഡ് ഇവിടെ ഓക്കെ, നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു സക്സസ് വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഇതിൽ നിന്ന് ഈ സിറ്റുവേഷനിൽ നിന്ന് ഒരു മാറ്റം വരും അവർക്ക്. ഓക്കെ, അവർ ഒരു ലേശം അവരിൽ ചേഞ്ചസ് വരും എന്നാണ് എനിക്ക് കാണുന്നത്. നിങ്ങൾ തമ്മിലൊരു പോസിറ്റീവ് മൂവ്മെൻറ്റ് ഫോർവേഡ് ഉണ്ടാവും. നിങ്ങൾ തമ്മിൽ മുന്നോട്ട് ഒരു മീറ്റിംഗ് വരാനുള്ള സാധ്യതയുണ്ട്. ട്രാവലിംഗ് കാണുന്നുണ്ട് എനിക്കിവിടെ. കുറച്ച് പേർക്ക് നിങ്ങൾ ട്രാവൽ എങ്ങാനും പ്ലാൻ ഉണ്ട്. അതായത് ഇപ്പോൾ പേഴ്സണെ കാണാനായാലും ശരിയല്ല, അവരിയ്ക്കുന്ന ഏരിയയിലേക്കോ അല്ലെങ്കിൽ അവരടുത്ത് അങ്ങനെ എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടോ യാത്രകൾ എന്തെങ്കിലുമൊക്കെ വരാനുള്ള സാധ്യത. മേ ബി നിങ്ങളുടെ പേഴ്സൺ ചിലപ്പോൾ ജോലിക്ക് വേണ്ടി യാത്ര ചെയ്യുന്ന കാര്യമായിരിക്കാം, ദൂരെ ആയിരിക്കാം. ഓക്കെ, ഡിസ്റ്റൻസ് എവിടെയെങ്കിലും ഉണ്ടാകുക, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥലത്തായിരിക്കാം ജോലി ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലൊരു മീറ്റിങ്ങിൻ്റെ പോസിബിലിറ്റിയാണ് ഇവിടെ കാണുന്നത്. എന്തായാലും ഒരു പോസിറ്റീവ് മൂവ്മെൻറ്റ് ഫോർവേഡാണ്. നിങ്ങൾ തമ്മിൽ ഒരു കാര്യങ്ങളെ നല്ല രീതിക്ക് മുന്നോട്ട് പോകുന്നു എന്നാണ് കാണുന്നത്. ആൻഡ് റിജോയ്സ്, നിങ്ങൾ തമ്മിലൊരു മീറ്റിംഗ് തീർച്ചയായിട്ടും ഉണ്ടാവും. നിങ്ങൾ തമ്മിൽ നല്ല സമയങ്ങൾ ഒന്നിച്ച് സ്പെൻഡ് ചെയ്യുന്നതായിട്ടാണ് എനിക്കിവിടെ കാണുന്നത്. ഓക്കെ, നിങ്ങളിവിടെ ഇപ്പോൾ സപ്പോസ് ഐ തിങ്ക് ഫൈനാൻഷ്യൽ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അതിൽ സക്സസ് കിട്ടും നിങ്ങളുടെ പേഴ്സണിന് എന്ന രീതിക്കായിരിക്കും. അഗെയിൻ ചേഞ്ചസ് എന്ന് കാണുന്നുണ്ട്. 5 എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് ചേഞ്ച് ആണ്. സോ അവരുടെ ലൈഫിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ നടക്കുന്നുണ്ട്. ഓക്കെ, ബട്ട് അതിൻ്റെ ഒപ്പം ഐ തിങ്ക് ഇവിടെ അവർ ലേശം ഡിസപ്പോയിൻറ്റഡ് ആയിരുന്നു. അവരുടെ ലൈഫിൽ ഐ തിങ്ക് പല കാര്യങ്ങളും അവർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. കുറച്ചായിട്ട് അവർ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ടാവാം. ഓക്കെ, അവരുടെ ലൈഫിൽ മെയിൻലി ഫൈനാൻഷ്യലാണ് എനിക്ക് ഇവിടെ കാണുന്നത്. ഓക്കെ, വേറെ ഇഷ്യൂസ് ഒന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. കൂടുതലും അവർ ഫൈനാൻഷ്യൽ അവരുടെ
ജോലി കാര്യം അങ്ങനത്തെ ഇതിനെ ആലോചിച്ച് ഒരു ചെറിയ സ്ട്രെസ്സാണ് എനിക്ക് കാണുന്നത്. അവർക്ക് എന്തെങ്കിലുമൊക്കെ ഇത് നമ്മുടെ ഓൾമോസ്റ്റ് അവർ കാർഡൊക്കെ ആയിട്ട് എടുക്കാം. സോ അവർക്ക് ലൈഫിൽ നല്ലോണം ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ടാവും. ബട്ട് അതിനെ അവർ ഓവർകം ചെയ്യാൻ ശ്രമിക്കുന്നതായിട്ട് അവർക്കിപ്പോൾ ശരിക്കും പറഞ്ഞാൽ എല്ലാം മടുത്തിട്ടിരിക്കുന്ന പോലെയുണ്ട്. ഇത് രണ്ട് കാർഡും ഓൾമോസ്റ്റ് സെയിം ആണ്. ഒന്ന് റെസ്റ്റ് എടുക്കുന്നു എന്നുമാണ്, ഒന്ന് ബോറായി തോന്നും. എന്ന് വെച്ചാൽ അവർക്ക് ഒന്നിനും ഇപ്പോൾ താല്പര്യം തോന്നില്ല. ബിക്കോസ് അവരെ ലൈഫ് സ്റ്റഡി അല്ല അല്ലേ. നമ്മൾ ലൈഫിൽ ഒരു സ്റ്റഡി ഇല്ലെങ്കിൽ ബാക്കി ഒന്നിനും നമുക്ക് താല്പര്യം തോന്നൂല്ല. സോ അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ അവരിയ്ക്കുന്നത്. ബട്ട് ഇവിടെ ഞാൻ പറഞ്ഞ പോലെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഫുൾഫിൽ ആവും. നിങ്ങൾ തമ്മിൽ ഒരു മീറ്റിംഗ് വരാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾ ഒന്നിച്ച് സെലിബ്രേറ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്, ഒന്നിച്ച് യാത്ര പോകുന്നതായിട്ട് കാണുന്നുണ്ട്, അല്ലെങ്കിൽ മീറ്റ് ചെയ്യേണ്ട ഒരു സാധ്യത കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ബെറ്റർ ആവുന്നതായിട്ടാണ് എനിക്ക് ഇവിടെ കാണുന്നത്. ഓക്കെ, ഞാൻ റൊമാൻസ് ഏഞ്ചൽസിനോട് എടുത്തേക്കാം. നിങ്ങൾക്കുള്ള അഡ്വൈസ് വേറെ എന്താ വരുന്നത് നോക്കാം. മാറ്റങ്ങൾ വരുന്നുണ്ട് എന്തായാലും. മെയിൻ കാര്യം അതാണ്. മേ ബി ഫൈനാൻഷ്യലി എന്തെങ്കിലും ഒരു ചെറുതായിട്ടെങ്കിലും ഒന്ന് ഓക്കെ ആയിട്ട് വരുമ്പോൾ പേഴ്സൺ കുറച്ചുകൂടി ഒരു ഹാപ്പി ആയിട്ട് ഫീൽ ചെയ്യുന്നതായിരിക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ തമ്മിൽ കുറച്ചുകൂടി മുന്നോട്ട് സ്ട്രോങ് ആയിട്ട് ഓക്കെ ബെറ്റർ ആവുന്ന കാണുന്നുണ്ട്. മാറ്റങ്ങൾ വരും തീർച്ചയായിട്ടും. ഓക്കെ, ഫാസ്റ്റ് മൂവ്മെൻ്റ് ആണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. ഓക്കെ, സെലിബ്രേഷനും കാണുന്നുണ്ട്. സോ എന്തെങ്കിലും നിങ്ങൾ ഒന്നിച്ചൊരു സെലിബ്രേഷൻ, മേ ബി നിങ്ങളുടെ വല്ല എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ വരുന്നുണ്ടെങ്കിൽ ഓക്കെ, ചിലപ്പോൾ അതിന് മീറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഫംഗ്ഷന് പോകാനോ അല്ലെങ്കിൽ നിങ്ങൾ ഒന്നിച്ച് സെലിബ്രേറ്റ് ചെയ്യുന്നതൊക്കെ ആയിട്ട് കാണുന്നുണ്ട്. പാസ്റ്റ് ലൈഫ് റിലേഷൻഷിപ്പാണിത്. ഓക്കെ, ആൻഡ് കോളിംഗ് ഇൻ യുവർ സോൾമേറ്റ്. ഓക്കെ, വെരി നൈസ്. രണ്ടും ട്രസ്റ്റ്. ഓക്കെ, ഏസ് ഓഫ് സോഡ്സിൻ്റെ അടിയിലാണ് ട്രസ്റ്റ് വന്നിരിക്കുന്നത്. ഏസ് ഓഫ് സോഡ്സ് പറയുമ്പോഴും നമ്മൾ ക്ലാരിറ്റി, ട്രൂത്ത്, ട്രസ്റ്റ് എന്നെല്ലാമാണ്. ഓക്കെ, സോ ഇവിടെ അഗെയിൻ ട്രസ്റ്റ് വന്നിട്ടുണ്ട്. സോ വെരി ഗുഡ്. സ്റ്റേ ഓപ്റ്റിമിസ്റ്റിക് അബൌട്ട് യുവർ ലവ് ലൈഫ്. വൺ മോർ കാർഡ് പ്ലീസ്. ഇപ്പം എന്താ നമ്മൾ ഇത്രയും നേരം പറഞ്ഞിട്ടിരുന്നത് അല്ലേ. ഓക്കെ, ഇവിടെ ഒരു സെപ്പറേഷൻ്റെ കാർഡ് കാണുന്നുണ്ട്. ഞാനതാ പറഞ്ഞത്, പേഴ്സൺ നിങ്ങൾ തമ്മിൽ സെപ്പറേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ചെറിയ അകൽച്ച ഉണ്ടാവാം. ഓക്കെ, മേ ബി ജസ്റ്റ് ഒരു ഡിസ്റ്റൻസ് പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും. പേഴ്സൺ അധികം ഈവൻ കോൺടാക്ട് ഉണ്ടെങ്കിൽ തന്നെ സംസാരിക്കുന്നില്ല എന്ന് തോന്നുന്നുണ്ടാവാം, തുറന്നു പറയുന്നില്ല എന്ന് തോന്നുന്നുണ്ടാവാം. അല്ലെങ്കിൽ ഇവിടെ മേ ബി ടോട്ടലി സെപ്പറേഷനും ആവാം കുറച്ച് പേർക്ക്. അപ്പം നിങ്ങൾക്ക് അറിയുന്നില്ല പേഴ്സൺ എന്താണ് നടക്കുന്നതെന്ന് അറിയുന്നില്ല. ബട്ട് സെയിം കാര്യമാണ്. ഓക്കെ, ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ മെയിനായിട്ട് നിങ്ങളുടെ പേഴ്സണിൻ്റെ മനസ്സിലിപ്പോൾ അവർക്ക് വേറെ കാര്യങ്ങളൊന്നും കാണുന്നില്ല. ഓക്കെ, അവർക്കിപ്പോൾ വേറെ ഒന്നിനോടും ഒരു താല്പര്യമില്ല, ഒരു കാര്യത്തിലും അവർ ഇൻട്രസ്റ്റഡ് അല്ല ഇപ്പോൾ. അത് മനസ്സിലാക്കാം. ഓക്കെ, ഒന്നിനോടും അല്ലെങ്കിൽ നിങ്ങളെ മാറ്റി നിർത്തിയെന്നൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട. അവർക്ക് ലൈഫിൽ തന്നെ ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഒരു മടുത്തൊരവസ്ഥയാണ്. കാരണം അവർക്ക് അത്രയും ആ സ്ട്രെസ്സ് കാണാം. നമ്മളിപ്പോൾ ഈ ഫൈനാൻസ് നമ്മുടെ ശരിയല്ലെങ്കിൽ തന്നെ നമുക്ക് ബാക്കി എല്ലാത്തിനോടും ഞാൻ പറഞ്ഞില്ലേ. ഓക്കെ, അങ്ങനെ ആയിപ്പോൾ. സോ അഗെയിൻ ഫൈനാൻസ് ആൻഡ് കരിയർ വീണ്ടും വന്നിട്ടുണ്ട്. സോ യെസ്, പേഴ്സൻ്റെ ഇപ്പോൾ മെയിൻ പ്രോബ്ലം റൂട്ട് ചക്ര കാണിക്കുന്നുണ്ട്. സോ അത് രണ്ടും പറയുന്നത് നമ്മുടെ ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റിയെ കുറിച്ചാണ്, ലൈഫിൻ്റെ സ്റ്റെബിലിറ്റി. ഓക്കെ, നിങ്ങൾ തമ്മിൽ പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണ്. ആൻഡ് നിങ്ങളുടെ സോൾമേറ്റ് ആണിത്. നിങ്ങൾ ആരെക്കുറിച്ചാണോ ചോദിക്കുന്നത് അവർ നിങ്ങളുടെ സോൾമേറ്റ് ആണ്. ആൻഡ് നിങ്ങളോട് പറയുന്ന ട്രസ്റ്റ് വെക്കൂ എന്നാണ് പറയുന്നത്. ഓക്കെ, യുവർ പ്രേയേഴ്സ്, അഫർമേഷൻ ആൻഡ് വിഷ്വലൈസേഷൻ ഹെൽപ്പ് ബ്രിങ് യു ടുഗെദർ. ഓക്കെ, നിങ്ങൾ തമ്മിൽ വീണ്ടും ഒന്നിക്കാനുള്ള അവസരമുണ്ട്. നിങ്ങളോട് പറയുന്ന ട്രസ്റ്റ് വെക്കാനാണ് യൂണിവേഴ്സിനെ, നിങ്ങളോട് പ്രാർത്ഥിക്കാനാണ് പറയുന്നത്. ബട്ട് എന്ന് വെച്ചാൽ പിന്നാലെ ചേസ് ചെയ്ത് പോകാൻ അങ്ങനെയല്ല പറയുന്നത്. നിങ്ങൾ നിങ്ങളുടെ ലൈഫ് ബെറ്റർ ആക്കുക. ഓക്കെ, നിങ്ങൾ സ്റ്റേബിൾ ആവാൻ ശ്രമിക്കുക. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലും മാറ്റങ്ങൾ വരും. ആൻഡ് ഇവിടെ ട്രസ്റ്റ് അഗെയിൻ ഞാൻ പറഞ്ഞു. ഓക്കെ, വിശ്വാസം വെക്കൂ, ട്രസ്റ്റ് വെക്കൂ, പേഴ്സണിനെ ട്രസ്റ്റ് ചെയ്യൂ എന്നാണ് പറയുന്നത്. നിങ്ങൾ വേറെ ഒന്നും ചിന്തിച്ച് കൂട്ടണ്ട. ഓക്കെ, അവരെ എന്തുകൊണ്ടാണ് എന്നെ അവോയ്ഡ് ചെയ്യുന്നത്, എന്നെ വേണ്ടാതെയാണോ, വേറെ എന്തെങ്കിലും ഉണ്ടോ, വേറെ ആരാണ്, എന്താണ്, ഒന്നും ചിന്തിക്കാതിരിക്കുക. ഓക്കെ, നിങ്ങളോട് പറയുന്നത് ട്രസ്റ്റ് ദിസ് സിറ്റുവേഷൻ എന്നാണ് പറയുന്നത്. തൽക്കാലം നിങ്ങളിപ്പോൾ ചെയ്യേണ്ട കാര്യം ഈ സിറ്റുവേഷനിൽ ഫെയ്ത്ത് വയ്ക്കുക. ഓക്കെ, പേഴ്സൻ്റെ മേലെ ഫെയ്ത്ത് വയ്ക്കുക, സിറ്റുവേഷൻ്റെ മേലെ ഫെയ്ത്ത്, നിങ്ങളുടെ സ്നേഹത്തിന് മേലെ ഫെയ്ത്ത് വയ്ക്കുക, അത്രേ ഉള്ളൂ. ആൻഡ് സ്റ്റേ ഓപ്റ്റിമിസ്റ്റിക് എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ യെസ്, നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം എന്നാണ് പറയുന്നത്. പോസിറ്റീവ് തിങ്കിങ് ആൻഡ് ഫെയ്ത്ത് വിൽ ബ്രിങ് യു റൊമാൻസ്. ഒക്കെ നിങ്ങളോട് പറയുന്നത്, അതായത് നിങ്ങൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുക. നെഗറ്റീവ് വശം ചിന്തിച്ചു കഴിഞ്ഞാൽ നെഗറ്റീവ് തന്നെ നടക്കും, അങ്ങനെയാണ്. ഓക്കെ, സോ നിങ്ങൾ പോസിറ്റീവായിട്ട് ചിന്തിക്കൂ. വേറെ ഒന്നുമില്ല, പേഴ്സൻ്റെ ഈ ഒരു ചെറിയ ഇഷ്യൂസ് മാറിക്കഴിഞ്ഞാൽ അവർ സംസാരിക്കും, ഓക്കെ ആവും എന്നൊരു ട്രസ്റ്റ് നിങ്ങൾ വെക്കും. ഓക്കെ, ആൻഡ് നിങ്ങളോട് പറയുന്ന പ്രതീക്ഷ വെക്കാൻ യൂണിവേഴ്സ് പറയുന്നുണ്ട്, കുഴപ്പമില്ല. ബട്ട് എന്ന് വെച്ചാൽ അഗൈൻ പ്രതീക്ഷ വെക്കുക എന്ന് പറഞ്ഞാൽ ചേസ് ചെയ്ത് പോലല്ല. ഓക്കെ, അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാക്കുക നിങ്ങൾ. ആൻഡ് ഇവിടെ യെസ്, ഫൈനാൻസ് അവർ ബെറ്റർ ആയിക്കഴിഞ്ഞാൽ അത് ഫൈനാൻഷ്യൽ ഇഷ്യൂസ് ആർ എ ഫാക്ടർ എന്നാണ് പറയുന്നത് ഇൻ യുവർ ലവ് ലൈഫ് റൈറ്റ് നൗ. ഓക്കെ, നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ ആ ഒരു ഫൈനാൻഷ്യൽ സ്ട്രഗിൾസ് ആണ് അവരെ നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ തൽക്കാലം മാറ്റി നിർത്തുന്നത്. വേറെ ഒരു കാര്യമില്ല. ഓക്കെ, നിങ്ങൾ തമ്മിൽ പാസ്റ്റ് ലൈഫ് കണക്ഷൻ തന്നെയാണ്, സോൾമേറ്റ് ആണ് നിങ്ങളുടെ. ഓക്കെ, സോ നിങ്ങൾ ബിലീഫ് വെച്ച് ട്രസ്റ്റ് വെച്ച് നിന്നാൽ ഈ സിറ്റുവേഷൻ ബെറ്റർ ആവും. ഓക്കെ, ബട്ട് അഗെയിൻ പറഞ്ഞത് ഓർക്കുക, നിങ്ങൾ അങ്ങോട്ട് ചേസ് ചെയ്ത് പോകാനല്ല. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ സ്വന്തം കാര്യം നോക്കുക, നിങ്ങളുടെ ലൈഫ് ബെറ്റർ ആക്കുക. അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പേഴ്സണിൻ്റെ ഭാഗത്തും മാറ്റങ്ങൾ നിങ്ങൾക്ക് കാണും. ഓക്കെ, സോ ഇതാണ് ഇന്നത്തെ റീഡിങ്. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു റിസൾട്ട് കിട്ടാൻ നന്ദി, നമസ്കാരം.